നമുക്ക് ജാം ഉണ്ടാക്കിയാലോ. അപ്പോൾ മാങ്ങ നന്നായിട്ട് കട്ട് ചെയ്ത് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. പിന്നെ നമുക്ക് അതൊരു പാന് വെച്ച് അതിലേക്ക് ഒഴിക്കാം. പിന്നെ ആവശ്യത്തിന് ഷുഗർ ആഡ് ആക്കാം കേട്ടോ. നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കുക എന്ന് പറയുന്ന പോലെ അടി പിടിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇളക്കി മാങ്ങ ഇളക്കി നന്നായിട്ട് മാങ്ങ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മാങ്ങയുടെ വെള്ളം വറ്റി വരുന്നതനുസരിച്ചിട്ട് മാങ്ങയുടെ ഇത് കുറുക്കി ടൈറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു തിക്നെസ് തോന്നി തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഇത്തിരി ഒരു നാരങ്ങ അരം പൊട്ട് മതി, അല്ലെങ്കിൽ ഒന്ന് എങ്ങനെ ചെറിയ നാരങ്ങ കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് പാർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു നാരങ്ങ നീരെടുത്ത് പീഞ്ഞിട്ടുണ്ട്, അത് പാരാം. നാരങ്ങയുടെ നീര് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം വറ്റി വരുന്നതനുസരിച്ചിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ തിക്കായി വന്നാൽ നമ്മുടെ ജാമൻ തണുത്തതിന് ശേഷം നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി കമ്മിയാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഹെൽത്തി ആവും കേട്ടോ. പിന്നെ മാങ്ങ നല്ല പഴുപ്പില്ല മാങ്ങ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നല്ലൊരു തണുത്തതിന് ശേഷം നല്ലൊരു ബോക്സിലോ അല്ലെങ്കിൽ നമുക്കൊരു കുപ്പിയിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഒരു കെമിക്കലില്ലാത്ത അടിപൊളി മാങ്ങക്കാലല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയും. അപ്പോൾ ശരി, ബൈ.